ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. വിവാഹം കഴിഞ്ഞ ആളുകൾക്കെല്ലാം തന്നെ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ വിവാഹ സർട്ടിഫിക്കറ്റ് എങ്ങനെ സ്വന്തമായി ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്യാം. വിവാഹ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടവർക്കും അതുപോലെ തന്നെ പുതുതായിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്തവർക്കും അവരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് സ്വന്തമായി ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ അക്ഷയ സെന്ററിൽ ഒന്നും തന്നെ പോയി ക്യൂ നിൽക്കേണ്ടതില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശമുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായി വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഫുൾ പ്രോസസ്സ് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ഏതൊരാൾക്കും വിവാഹ സർട്ടിഫിക്കറ്റ് സ്വന്തമായി ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വിവാഹ സർട്ടിഫിക്കറ്റ് ഓൺലൈനായി സ്വന്തമായി ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ വിവാഹ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ സെർച്ച് ബാറിൽ KSmart എന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സർക്കാർ സേവനങ്ങളെല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്നത് KSmart എന്ന വെബ്സൈറ്റ് വഴിയാണ്. ഇപ്പോൾ നമുക്കിവിടെ സെർച്ച് റിസൾട്ട് വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ റിസൾട്ട് തന്നെ KSmart എന്നുള്ളത് കാണാം. അപ്പോൾ നമ്മൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കും. KSmart വെബ്സൈറ്റിൻ്റെ ആ ഒരു മെയിൻ ഇൻ്റർഫേസ് ഈ ഒരു രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഇവിടെ ക്വിക്ക് സർവീസസ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അതിന് താഴെ ഫൈൻഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ആ ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അവിടെ നമുക്ക് ഏത് സർട്ടിഫിക്കറ്റാണോ ആവശ്യമുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, കോമൺ മാരേജ് സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്കിവിടെ ഒരു കോമൺ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്യുന്നതിന് രണ്ട് ഓപ്ഷൻസ് കാണാം. നോർമൽ സെർച്ച് എന്നും സ്മാർട്ട് സെർച്ച് എന്നും. ഇവിടെ നമുക്ക് സിമ്പിളായിട്ടുള്ളത് നോർമൽ സെർച്ച് എന്നുള്ളതാണ്. സ്മാർട്ട് സെർച്ച് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്പറോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പറോ ആവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് അതില്ല എങ്കിൽ നോർമൽ സെർച്ച് എന്നുള്ള ഈ ഓരോ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് സെർച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളിവിടെ നോർമൽ സെർച്ച് ഓപ്ഷൻ വഴിയാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഓരോ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ താഴെ ഡിസ്ട്രിക്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. ആ ഒരു ഭാഗത്ത് നമ്മുടെ ഡിസ്ട്രിക്റ്റ് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്ത ഓപ്ഷൻ വരുന്നത് ലോക്കൽ ബോഡി ടൈപ്പ് എന്നുള്ളതാണ്. അവിടെ ആരോ കീ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലോക്കൽ ബോഡി ഏതാണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കുക ഭാര്യയുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഒക്കെ ആണെങ്കിൽ ഏതാണോ അതിലാണ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഭാര്യ ഉൾപ്പെടുന്നത് മുനിസിപ്പാലിറ്റിയിലാണോ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിലാണോ ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഗ്രാമപഞ്ചായത്താണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്ത് ശേഷം അടുത്ത ഓപ്ഷൻ വരുന്നത് ലോക്കൽ ബോഡി എന്നുള്ളതാണ്. അതിലുള്ള ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മളിവിടെ മുകളിൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഗ്രാമപഞ്ചായത്ത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് താഴെ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളുടെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് ആ ഒരു ഗ്രാമപഞ്ചായത്ത് ഏതാണ് എന്നുള്ളത് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്ത ഓപ്ഷനിൽ വരുന്നത് ഡേറ്റ് ഓഫ് മാരേജ് എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നമ്മുടെ വിവാഹ തീയതി നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്ത ഓപ്ഷൻ വരുന്നത് ഹസ്ബൻഡ്സ് നെയിം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഭർത്താവിൻ്റെ പേരിൻ്റെ ആദ്യത്തെ ഒരു 3 അക്ഷരങ്ങൾ ഇംഗ്ലീഷിൽ നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്ത ഓപ്ഷൻ വരുന്നത് വൈഫ്സ് നെയിം എന്നുള്ളതാണ്. ഇവിടെ ഭാര്യയുടെ നെയിം അതുപോലെ തന്നെ ഒരു ആദ്യത്തെ 3 അക്ഷരങ്ങൾ ഇംഗ്ലീഷിലുള്ളത് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ താഴെയുള്ള സെർച്ച് എന്നുള്ള ഈ ഒരു ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ മുകളിലായിട്ട് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഫെച്ച്ഡ് സക്സസ്ഫുള്ളി എന്നുള്ള പോപ്പപ്പ് വിൻഡോ വന്നിട്ടുണ്ട്. താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, ഹസ്ബൻഡ് നെയിം, വൈഫ് നെയിം, എവിടെയാണോ വിവാഹം നടന്നത് തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിന് താഴെയിട്ടൂടെ ഒരു ഐ സിമ്പിൾ കാണാം നമുക്ക്. അപ്പോൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ വരുന്നുണ്ടായിരിക്കും നമ്മൾ റോബോട്ട് അല്ല എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ള ആ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കിതുപോലെ മാരേജ് സർട്ടിഫിക്കറ്റ് നമ്മുടെ ആ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് ഇതുപോലെ ഓപ്പണായി വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് മുകൾ ഭാഗത്ത് കാണുന്ന ആദ്യത്തെ ഈ ഒരു ആരോ കീയിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഗാലറിയിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇവിടെയുള്ള രണ്ടാമത്തെ ആ പ്രിൻ്ററിൻ്റെ ഒരു സിമ്പിൾ കാണുന്നതിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ശേഷം വരുന്ന അടുത്ത ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് ഫുൾ സ്ക്രീൻ ആയിട്ട് കാണുന്നതിന് വേണ്ടിയുള്ളതാണ്. തീർച്ചയായും ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ഏതൊരാൾക്കും അവരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് സ്വന്തമായി ഓൺലൈൻ വഴി വളരെ എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. വിവാഹ സർട്ടിഫിക്കറ്റ് ഓൺലൈനായി ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.